ഇന്നും കേരളത്തിലെ സീറോ മലബാർ സഭ കേരള കോൺഗ്രസ് പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. 25% പുതിയ നിയമത്തിലുള്ളത് ഗ്രീക്ക് ചിന്തയാണ്. മനുഷ്യന്റെ ഹൃദയമാണ് ദേവാലയം എന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാർ പള്ളിയിൽ വരേണ്ട ആവശ്യം എന്താ? ചരിത്രത്തിലെ ക്രിസ്തുവും സഭ അവതരിപ്പിക്കുന്ന ക്രിസ്തുവും രണ്ടാണ് എന്ന് ഒരു വാദം ഇന്ന് പ്രബലമാണ്. യേശു എന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നു. ആ വ്യക്തി ദൈവപുത്രനൊന്നും ആയിരുന്നില്ല. ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകൻ. അദ്ദേഹത്തെ സഭയാണ് ദൈവപുത്രനാക്കി മാറ്റിയത്. അങ്ങനെ ചരിത്രത്തിലെ ക്രിസ്തുവും സഭയുടെ ക്രിസ്തുവും രണ്ടാണ്. ഈ വാദത്തിനെ പറയുന്നതാണ് ഹിസ്റ്ററിക്കൽ ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ഓഫ് ചർച്ച്. ഇങ്ങനെ ഒരു വാദം, അതാണ് ഇന്ന് പലരും യൂട്യൂബിൽ ക്രിസ്തു മതത്തിനെതിരായി ഉന്നയിക്കുന്ന, കത്തോലിക്ക സഭയ്ക്കെതിരായി ഉന്നയിക്കുന്ന വാദമുഖങ്ങളിൽ ഒരു വാദം, ഒരു ആർഗ്യുമെൻ്റ് അതാണ്. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റിൽ ഇതാരാണ് കൊണ്ടുവന്നത് എന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്. ചരിത്രത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് രൂപം കൊണ്ടത്? ഇത് ലെഫ്റ്റ് ഹെഗേലിയന്മാർ, ഹെഗലിൻ്റെ ശിഷ്യന്മാർ പലരുണ്ട്. ഒരാളാണ് ഫോയർബാഹ്, വേറൊരാളാണ് കാറൽ മാർക്സ്, അതിൽ പെട്ട ഒരാളാണ് ഡേവിഡ് സ്ട്രോസ്. ഈ ഡേവിഡ് സ്ട്രോസ് എഴുതിയ പുസ്തകമാണ് ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ക്രിട്ടിക്കലി എക്സാമിൻഡ്. ഇതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് ടി.എസ്. എലിയറ്റാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത്. ഇപ്പം ഈ 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ച കവിയല്ല, വേറൊരാളാണ് ഇത് വിവർത്തനം ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിലെ പ്രധാന കണ്ടന്റ് ഇതാണ്, ഏറ്റവും ബേസിക് കണ്ടന്റ് ഇതാണ്: ക്രിസ്തു മതം ഒരു സിൻക്രറ്റിക് റിലീജിയനാണ്. സിൻക്രറ്റിക് റിലീജിയൻ എന്ന് പറഞ്ഞാൽ 75% പഴയ നിയമവും 25% ഗ്രീക്ക് ചിന്തയും ഒരുമിച്ച് ചേർത്തതാണ് ക്രിസ്തുമതം. അതിനപ്പുറത്തൊന്നുമില്ല എന്നാണ് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. അതോടുകൂടി യേശു ക്രിസ്തുവിൻ്റെ യുണീക്ക്നെസ് എന്താണെന്ന് ഇല്ല. അതുകൊണ്ട് ഇതൊരു മനുഷ്യനിർമ്മിതി മാത്രമാണെന്നാണ് ഡേവിഡ് സ്ട്രോസിൻ്റെ ആർഗ്യുമെൻ്റ്. ഇതിനെ മറുപടി കൊടുക്കാൻ സഭകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ചിലരിതിനെ പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാർഡിനൽ റാറ്റ്സിംഗറിൻ്റെ അല്ലെങ്കിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ ജീസസ് ഓഫ് നസറത്ത് എന്ന ബുക്കിൻ്റെ ആമുഖത്തിൽ ഡേവിഡ് സ്ട്രോസിനെ കുറിച്ച് പറയുന്നില്ലെങ്കിലും ഹിസ്റ്ററിക്കൽ ക്രൈസ്റ്റ് ഓഫ് ചർച്ച് എന്നതിൻ്റെ വ്യത്യാസം, സഭ ഉണ്ടാക്കിയ ക്രിസ്തുവും യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ക്രിസ്തുവും എന്ന പ്രമേയത്തിന് മറുപടി കൊടുക്കാനാണ് അദ്ദേഹം ഈ പുസ്തകം രചിക്കുന്നതെന്ന് അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, എന്തായാലും ഈ ആർഗ്യുമെൻറ്റിലെ ഒരു കാര്യത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. എന്താണ് ആ കാര്യം? ക്രിസ്തു ചരിത്ര പുരുഷനാണെന്നുള്ള സത്യം ഇവർ പറയുന്നുണ്ടല്ലോ, അത് തന്നെ സന്തോഷകരമാണ് എന്നാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ മറുപടി ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വാട്ട് ഈസ് ദ യുണീക്ക്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്? ആ യുണീക്ക്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളതിന് അനേകമുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഇതാണ്: പുതിയ നിയമം ആരംഭിക്കുന്നത്
അതായത് ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ പല നരേഷൻസ് ഉണ്ട്. അതിലൊരെണ്ണം എങ്ങനെയാണ്, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്താണ്? സകല ജനത്തിനും, അതായത് ലോകത്തിലുള്ള 700 എത്ര കോടി ജനങ്ങളുണ്ടോ അത്ര കോടി ജനങ്ങൾക്കും സന്തോഷിക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ സാർവത്രിക സ്വഭാവം. എല്ലാ മനുഷ്യരും തുല്യരാണ്. ഇത് യഹൂദമതത്തിലില്ലേ? യഹൂദമതത്തില് യഹൂദന്മാരല്ലാത്തവരൊക്കെ അയിത്തജാതിക്കാരാണ്. ഒരു പാട്ട് യേശുദാസ് മനോഹരമായി പാടിയ ഒരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നട്ടുച്ച നേരത്ത് കിണറിൻ്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു. ആ പാട്ടില് പറയുന്നുണ്ട്, ഒരു പാത്രം ദാഹജലം നീ എനിക്ക് തരൂ. അയ്യയ്യോ പാടില്ല, ഞാനൊരു സമരായക്കാരി, ഞാൻ വെള്ളം തന്നാൽ അത് നിനക്ക് തീണ്ടലല്ലേ. അപ്പൊ യഹൂദന്മാരുടെ ഇടയിൽ തീണ്ടലുണ്ട്. ക്രിസ്തു അതിനെ തള്ളിക്കളയുകയാണ്. അതാണ് ജെറുസലേം കൗൺസിലിൽ പറയുന്നത്, ഇനി മുതൽ നമ്മൾ അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ടെക്സ്റ്റിൽ തന്നെ യുണീക്കായിട്ടുള്ള യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് അതിനകത്ത് വരുന്നുണ്ട്. ഇനി ഗ്രീക്കുകാരെ സംബന്ധിച്ചു, അരിസ്റ്റോട്ടിലാകട്ടെ പ്ലാറ്റോ ആവട്ടെ, അവരും സംസാരിക്കുമ്പോൾ അടിമത്തം അതിനെ ന്യായീകരിക്കുകയാണ്. അത് അവരുടെ സ്ട്രക്ചറിലുണ്ട്. യേശു വളരെ ഡയറക്റ്റായിട്ടാണ് പറയണേ, ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ഒക്കെ നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ചിലർ പറയും ക്രിസ്ത്യാനികൾ അടിമാവസ്ഥ നടത്തിയിട്ടുണ്ടല്ലോ. ക്രിസ്ത്യാനികൾ വ്യഭിചാരം ചെയ്യുന്നവരുണ്ട്. ക്രിസ്ത്യാനികൾ ചെയ്യുന്ന എല്ലാ കാര്യവും ക്രിസ്തുവിൻ്റെ മേലെ വെച്ച് കെട്ടാൻ പറ്റും. ഈ യുണീക്ക്നെസ് എനിക്ക് തോന്നിയത് 2 പറയുന്നു. വേറെ ചില കാര്യങ്ങളുണ്ട്, അത് ഇതിൽ പറയുന്നില്ല. പക്ഷെ ഇതിലൂടെ വേറൊരു കാര്യം ഈ പുസ്തക രചയിതാവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണ്? 25% പുതിയ നിയമത്തിലുള്ളത് ഗ്രീക്ക് ചിന്തയാണ്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ നിയമത്തിൻ്റെ പഴയ നിയമ അടിത്തറ മാത്രം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും പുതിയ നിയമം എന്താണെന്നോ യേശുക്രിസ്തു ആരാണെന്നോ നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്നാണ് ഞാൻ ആരോപിക്കുന്നത്. ശരിയാവണമെന്നില്ല എൻ്റെ ആരോപണം. കാരണം ഇപ്പം നല്ല ഇടയൻ്റെ ഉപമ, ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവിക്കുന്നു. ഈ നല്ല ഇടയൻ്റെ ഉപമ പ്ലാറ്റോന്റെ റിപ്പബ്ലിക്കിലെ ഒരു പാരഗ്രാഫാണ്. ഇതാണ്. അപ്പോൾ ഇതിലത്തെ പല കൊട്ടേഷൻസും വരുന്നത് പ്ലാറ്റോയിൽ നിന്നാണ്. വിശുദ്ധ പൗലോസ് പറയാണ്, എല്ലാ നിയമങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പഴയ നിയമത്തിലെവിടെയാ? പഴയ നിയമം ആരംഭിക്കുന്നത് തന്നെ ആദാമിനെ സൃഷ്ടിച്ചു. എന്നിട്ട് അവനോട് പറയാണ്, നീ ഇവർക്കൊക്കെ പേരിടുക, നീ സൃഷ്ടിക്കാനാ പറയണ അറിവ്. അപ്പൊ അറിവ് പുറത്തുനിന്ന് വരുന്നതാണ് പഴയ നിയമത്തിൽ. പക്ഷെ പൗലോസ്ലീഹ പറയാണ്, എല്ലാ ധാർമ്മിക നിയമങ്ങളും മനുഷ്യന്റെ ഉള്ളിലുണ്ട്. മനുഷ്യൻ ദൈവത്തിന്റെ ആലയമാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ ആലയമാണ് എന്ന ഒരു വാചകം പഴയ നിയമം മുഴുവൻ പരിശോധിച്ചാൽ കിട്ടില്ല. കാരണം പഴയ നിയമത്തിൽ ദൈവം പുറത്താണ്, കൽപ്പന തരികയാണ്. അപ്പോൾ ഈ ഒരു ഡേവിഡ് സ്ട്രോസിൻ്റെ പുസ്തകം എനിക്ക് നൽകിയ സഹായം എന്താണ്? ന്യൂ ടെസ്റ്റ്മെന്റ് മനസ്സിലാക്കണമെങ്കിൽ ഗ്രീക്ക് ഫിലോസഫി കൂടാതെ സാധിക്കില്ല. ഇന്ന് 2 തരം ആൾക്കാരെ നമുക്ക് വൈദികരുടെ ഇടയിൽ കാണാം. ഒന്ന്, സുവിശേഷത്തിലെ വാക്യങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു.
രോഗസൗഖ്യം ഉണ്ടാകുന്നു, അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു, അടയാളങ്ങൾ ഉണ്ടാകുന്നു. കുറെ പേര് യേശുവിൽ വിശ്വസിക്കുന്നു, ഒരു വിഭാഗം. വേറൊരു വിഭാഗം വൈദികരുണ്ട്. അവർ കൂദാശകൾ അനുഷ്ഠിക്കുന്നു, പള്ളിയുടെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നു. ഇതിന് രണ്ടിനിടയിൽ ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്. എന്താണ്? അറിഞ്ഞ യേശു ക്രിസ്തുവിനെ യുക്തിപരമായി വളർത്തിക്കൊണ്ടുവരാനുള്ള ബുദ്ധിയുടെ ഒരു പണിയുണ്ട്. ആ പണി ആരാ ചെയ്യണേ? ആ പണി ചെയ്തിട്ടുള്ള ആളാണ് സെന്റ് പോള്. അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത്, പലരും പറയുന്നത്, സെന്റ് പോൾ ഇല്ലെങ്കിൽ കാത്തലിക് ചർച്ചില്ല. അത് സെന്റ് പോൾ ഇല്ലെങ്കിൽ കാത്തലിക് ചർച്ചില്ല എന്നല്ല പറയേണ്ടത്. യേശുവിനെ കുറിച്ചുള്ള അറിവുകൾ അനുഭവ തലത്തിലെത്തിയ ആളുകളെ വിശ്വാസത്തിൽ വളർത്തുന്നതിന് വേണ്ടിയുള്ള യുക്തിപരമായ പരിശ്രമങ്ങളില്ലെങ്കിൽ സഭ നിലനിൽക്കില്ല. അതാണ് യൂറോപ്പിലെ സഭയ്ക്ക് പറ്റിയത്. അതാണ് ഏഷ്യൻ സഭകൾക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ സഭകൾ മുഴുവൻ നശിച്ചുപോയി. എന്തുകൊണ്ടാണ്? ഇന്നും കേരളത്തിലെ സീറോ മലബാർ സഭ കേരള കോൺഗ്രസ് പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരും തോറും പിളരുന്നു. എന്താണ്? വിശ്വാസത്തിലുള്ള അനേക ആളുകൾ പുതിയതായിട്ട് ധ്യാന കേന്ദ്രങ്ങളിൽ രൂപപ്പെടുന്നു. അവർക്ക് ബുദ്ധിപരമായിട്ട് യാതൊരു ഡയറക്ഷനും കൊടുക്കാൻ ആളുകളില്ല. അപ്പൊ പള്ളിയിൽ വരിക, ആചാരാനുഷ്ഠാനങ്ങളിൽ കുടുങ്ങി കിടക്കുക ഒരു വിഭാഗം. വേറൊരു വിഭാഗം അനുഭവം അന്വേഷിച്ചു പോവുക. അപ്പൊ വൈകാരികതയുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെ ഇടയിലുള്ള യുക്തിപരമായ ഒരു പാലമുണ്ട്. ആ പാലം നിർമ്മിക്കാൻ ഇന്ന് ആളുകളില്ല. ആ പാലമാണ് സെന്റ് പോൾ ഉണ്ടാക്കിയത്. അതാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ മുഴുവൻ കാണുന്നത്. മറ്റു 3 സുവിശേഷങ്ങളിൽ ഇല്ലാത്തതാണ് യോഹന്നാന്റെ സുവിശേഷത്തിലുള്ളത്. ലോഗോസ്, അത് വചനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തെറ്റായ രീതിയിൽ വളർത്തി കൊണ്ടുപോവുകയാണ് ചെയ്തത്. ലോഗോസ് എന്നത് ഒരു ഗ്രീക്ക് ചിന്തയാണ്. അത് ആദിമ സഭാപിതാക്കന്മാർ ചെയ്തു. പിന്നെ ഏഷ്യയിലെ സഭയ്ക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റുമേ മാത്രം കെട്ടിപ്പൊന്തിച്ച ഒന്നായിട്ട് മാറി. എന്നാൽ യൂറോപ്പിലെ സഭ അരിസ്റ്റോട്ടിലിനെയും പ്ലാറ്റോനെയും സിസറോനെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി വിശ്വാസത്തെ വളർത്തി. സെന്റ് അഗസ്റ്റിന്റെ എല്ലാ പുസ്തകങ്ങളും ഗ്രീക്ക് ചിന്തയെ ഉപയോഗിച്ച് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ വ്യാഖ്യാനാണ്. അതിൽ നിന്ന് ഗ്രീക്ക് ചിന്തയെ മാറ്റിക്കഴിഞ്ഞാൽ വിശുദ്ധ അഗസ്തീനോസിന്റെ എല്ലാ കെട്ടിടങ്ങളും ഇടിഞ്ഞു വീഴും. അതിനെ അഗസ്റ്റിന് ശേഷമുള്ള പലരും തള്ളിക്കളഞ്ഞു. ഈ വിശുദ്ധ പൗലോസിന് എവിടെ നിന്നാണ് കിട്ടിയത്? എല്ലാ നിയമങ്ങളും മനുഷ്യന്റെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് എവിടെ നിന്നാണ് കിട്ടിയത്? അത് സിസറോയിന്റെയാണ്. അത് റോമൻ ചിന്തകനാണ്. അപ്പൊ റോമൻ ചിന്തകൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിന്തയും ക്രിസ്തുവിൻ്റെതാണ്. അതുകൊണ്ടാണ് നിയമം എങ്ങനെ എഴുതിയുണ്ടാക്കണം എന്നത് സെന്റ് അഗസ്റ്റിൻ എഴുതിയപ്പോൾ സെന്റ് അഗസ്റ്റിൻ ഒരു വാചകം എഴുതിയിട്ടുണ്ട്. ദൈവം എന്തുകൊണ്ട് നിയമങ്ങൾ കല്ലിന്മേലെഴുതി? അദ്ദേഹം പറയാണ്, ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ എഴുതിയത് മനുഷ്യന് വായിക്കാൻ പറ്റാണ്ടായപ്പോഴാണ് ദൈവം അത് കല്ലും എഴുതിയത്. ഞാനിപ്പോഴും ദൈവം എഴുതിയെന്ന് വിശ്വസിക്കണില്ല. മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ആ നിയമം പുറത്തു വന്നിട്ട് മനുഷ്യൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അവൻ പ്രോട്ടോഗണിസ്റ്റായിട്ട് ദൈവത്തിനെ വെച്ചു എന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ ഇതെല്ലാം മനുഷ്യന്റെ ഉള്ളിലുണ്ട്. അതാണ് ദൈവാത്മാവ് നിങ്ങളിലുണ്ട് എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥത്തില് അഗസ്റ്റിന്റെ കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ നിയമത്തിന്റെ ട്രാക്കിലേക്ക് തന്നെ വന്നു. അപ്പൊ കുറെ നിയമങ്ങൾ അത് അനുഷ്ഠിക്കുക,
ആ റോമൻ ഭരണഘടനയുടെ ഭാഗമായി കുറേ നിയമങ്ങൾ. അതിനപ്പുറത്ത് ഓരോ വ്യക്തിയുടെ ഉള്ളിലൂടെയും ദൈവം സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ആത്മാവിൽ വസിച്ചുകൊണ്ട് നിന്റെ ആത്മാവുമായി സംഭാഷണം നടത്തി ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നിന്റെ ഉള്ളിൽ നിന്ന് വരുന്നു എന്ന് ആരാണ് നമ്മെ പഠിപ്പിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ഡേവിഡ് സ്ട്രോസ് എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത് ഗ്രീക്ക് തത്വചിന്തയെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് പുതിയ നിയമത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ച ഏഷ്യൻ സഭകൾ മുഴുവൻ തകർന്നുപോയി. ഇനിയും നമ്മൾ തകരും. തകരാതിരിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട മനുഷ്യൻ, വൈദികരല്ല, മെത്രഹന്മാരല്ല, വിശുദ്ധന്മാരല്ല, ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ ആലയമാണ്. അവൻ്റെ ഉള്ളില് ദൈവം അവനോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ പല ദൈവശാസ്ത്രജ്ഞന്മാർക്കും അച്ഛന്മാർക്കും പേടി. എന്നോടൊരു അച്ഛൻ ചോദിക്കുക, മാഷെ, മനുഷ്യന്റെ ഹൃദയമാണ് ദേവാലയം എന്ന് പറഞ്ഞാല് പിന്നെ ആൾക്കാർ പള്ളിയിൽ വരേണ്ട ആവശ്യം എന്താ? എന്നിട്ട് ആ അച്ഛൻ എന്ത് ചെയ്തു എന്നറിയോ? നമ്മുടെ ആബേലച്ഛൻ എഴുതിയൊരു പാട്ടുണ്ട്, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവസാനം പറയാണ്, അവിടെയില്ല ഇവിടെയില്ല ഈശ്വരൻ, ഹൃദയമാണ് ഈശ്വരൻ്റെ ദേവാലയം, സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം. ഈ പാട്ട് ഒരു കുട്ടി പള്ളിയിൽ പാടിയപ്പോൾ വികാരി ഈ അച്ഛൻ അവനോട് പറഞ്ഞു, നാളെ തൊട്ട് ഈ പാട്ട് പാടരുത്. അവൻ പിന്നെ പള്ളിയിൽ വരുന്നത് നിർത്തി. ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറയേണ്ടത് ഇതാണ്, മാഷ്ട ഹൃദയമാണ് ദേവാലയെങ്കിൽ പിന്നെ പള്ളിയിലേക്ക് വരുന്നത് എന്തിനാണ്? ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ ബൈബിൾ കൊണ്ടുപോകാറില്ലേ? അപ്പൊ എന്നോട് ചോദിക്കും, ബൈബിൾ ഇല്ലാണ്ട് എന്തൊരു വചനപ്രഘോഷകനാണ്? അതുകൊണ്ട് എന്നോട് ഇപ്പോഴും പറയാറുണ്ട് കേട്ടോ, മാഷ്ട പ്രസംഗം നല്ലതാണെങ്കിലും ആത്മാവിൻ്റെ അഭിഷേകമില്ലേ, കാരണം ഈ പുസ്തകം കയ്യിലില്ല, പുസ്തകമില്ലേ. ഞാൻ പറഞ്ഞു, ഈ ബൈബിളിൽ എഴുതിയിട്ടുള്ള പഴയ നിയമമായാലും പുതിയ നിയമമായാലും ഇതൊക്കെ എൻ്റെ ചരിത്രമാണ്. ദിസ് ഇസ് മീ. അപ്പൊ എന്തിനാ ദേവാലയം? എന്തിനാണ് വചനപ്രഘോഷണം? എന്തിനാണ് കൽപ്പനകള്? എന്തിനാണ് ബൈബിള്? എന്തിനാണ് പുസ്തകങ്ങള്? ഇതൊക്കെ എൻ്റെ ഉള്ളിലുള്ളതിനെ കാണിച്ചു തരാനായിട്ടാണ് ഇതൊക്കെ. അപ്പൊ ദേവാലയത്തിലേക്ക് ഞാൻ പോകുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് മനസ്സിലാക്കുന്നത്, ഇതാണ് ഞാൻ. ഒരിക്കൽ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് വല്ലാണ്ട് ദേഷ്യപ്പെട്ടു. എന്തിനാണ് ദേഷ്യപ്പെട്ടതെന്ന് അറിയൂ? ഞാൻ ഒരു പള്ളിയുടെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, ഒരു ഭൂമി, ഭയങ്കര പള്ളിയാണ്, ഒരു ഭൂമി കുലുക്കം ഉണ്ടായിട്ട് ഈ പള്ളി മരിച്ചു, നശിച്ചു, ഞാനും നശിച്ചു. പള്ളിയാണോ വലുത്, ഞാനാണോ വലുത് എന്ന് യേശുവിൻ്റെ രണ്ടാം വരവിൽ മനസ്സിലാവും. രണ്ടാം വരവിൽ ഭൂകമ്പം കൊണ്ട് നശിച്ച ഞാൻ വീണ്ടും ഉത്ഥാനം ചെയ്തു വരും. പക്ഷെ പള്ളി തിരിച്ചു വരില്ല. കാരണം പള്ളി ഉണ്ടാക്കിയത് മനുഷ്യനാണ്, എന്നെ ഉണ്ടാക്കിയത് ദൈവമാണ്. അപ്പൊ ഞാൻ പള്ളിയിൽ പോകുന്നത് എന്തിനാണ്? ആ പള്ളിയിലൂടെയാണ് ഞാൻ എന്നെ മനസ്സിലാക്കുന്നത്. ഒരു ആർട്ടിസ്റ്റിന് താൻ ആർട്ടിസ്റ്റാണെന്ന് എപ്പോഴാണ് മനസ്സിലാവുക? അവനെ പടം വരയ്ക്കുമ്പോഴാണ് ഞാൻ ആർട്ടിസ്റ്റാണെന്ന് മനസ്സിലാവുക. അതിനു മുമ്പ് മനസ്സിലാവില്ലേ? ഒരു കൊശവന് ഞാൻ കൊശവനാണെന്ന് എങ്ങനെ മനസ്സിലാവുക? കുടണ്ടാക്കുമ്പോഴാണ്. അങ്ങനെ ഞാൻ അവിടെ കാണുന്നത് എൻ്റെ തന്നെ ഒരു ഛായയാണ്. അതിലൂടെയാണ് ഞാൻ ഇന്നതാണെന്ന് എന്നെ ഓർമ്മിപ്പിച്ചു തരുന്നത്. എൻ്റെ ഓർമ്മയ്ക്കായി നീ ഇത് ചെയ്യുവിൻ. അപ്പോൾ ഓരോ ബൈബിൾ വചനവും, പുതിയ നിയമമായാലും പഴയ നിയമമായാലും, എന്നെയാണ് കാണിച്ചു തരുന്നത്. എൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ളത്. അതെനിക്ക് പരിശീലനം കൊണ്ട് എൻ്റെ ഉള്ളിൽ ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു നല്ല സ്വഭാവവും
പരിശീലനം കൊണ്ട് എൻ്റെ ഉള്ളിലുണ്ടാക്കി എന്നെ വിശുദ്ധനാക്കാൻ പറ്റില്ല. എൻ്റെ ഉള്ളിലുള്ളതിനെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാനേ പറ്റുള്ളൂ. അപ്പം ഞാൻ പള്ളിയിൽ പോകുന്നത് എൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ ആരാണെന്ന്. അങ്ങനെയാണ് ഈ പുതിയ നിയമം പഴയ നിയമവും ഗ്രീക്ക് ചിന്തയും കൂടിയിട്ടുള്ളൊരു ഫ്യൂഷനാണ്. ദൈവം പുറത്തുമുണ്ട്, ദൈവം അകത്തുമുണ്ട്. ഒരിക്കൽ എന്നെ ഒരാൾ കളിയാക്കി, നീ ഓസ്തിപ്പപ്പടത്തെ ആരാധിക്കുന്ന ആളല്ലേ എന്നാണ് ചോദിച്ചത്. എന്തിനെ? ഓസ്തിപ്പപ്പടത്തെ. അവനൊരു പെന്തക്കോസ്റ്റൽ വിഭാഗത്തിൽപ്പെട്ടവനാണ്. അവനോട് ഞാൻ ചോദിച്ചു, കൃത്യമായിട്ട് യേശു പറയുന്നുണ്ട്, നീ വചനം 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 എന്ന് 24 മണിക്കൂറും പറയുന്ന ആളല്ലേ? യേശു കൃത്യമായിട്ട് പറയാണ്, ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു, ഇത് ഭക്ഷിക്കാൻ നിങ്ങൾ ജീവിക്കും, ഇത് യഥാർത്ഥത്തിൽ എൻ്റെ ശരീരവും രക്തവുമാണ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേര് പോയി. അപ്പൊ യേശു അവരോട് പറഞ്ഞില്ലേ, ഇത് സിംബോളിക്കായിട്ട് ചെയ്യണതാണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ എൻ്റെ ഉള്ളിലും ക്രിസ്തുവുണ്ട്, എൻ്റെ പുറത്തും ക്രിസ്തുവുണ്ട്. വിശുദ്ധ പൗലോസ് പറയാണ്, യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. കാരണം ദൈവം ഞാനെന്ന മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലാണ്. ആ ഛായയാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ അടിസ്ഥാന ഛായ, മൈ ഇമേജ്. അപ്പൊ ഈ ഒരു ദൈവം ഉള്ളിലിരിക്കുന്നു എന്ന ഈ ചിന്തയാണ് ഇന്ത്യയിൽ കിടക്കുന്നത്. അപ്പൊ ഇന്ത്യക്കാർക്ക് ഈ പ്രധാന പ്രശ്നമുണ്ട് കേട്ട. ശങ്കരാചാര്യരുടെ, ആദിശങ്കരന്റെ പ്രധാനപ്പെട്ട ചിന്ത തന്നെ ദൈവം ഉള്ളിലിരിക്കുന്നു എന്നാണ്. അപ്പൊ അദ്ദേഹം കുറച്ചുകൂടി കടത്തി പറഞ്ഞു, ഞാൻ തന്നെയാണ് ദൈവം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ദൈവമുണ്ട് എന്ന ആദിശങ്കരന്റെ വാദവും നീ ദൈവത്തിൻ്റെ ആലയമാണെന്ന പൗലോസിന്റെ ഭാഷ്യവും രണ്ടും ഒന്നാണ്. അപ്പൊ ആദിശങ്കരനെ കുറിച്ചുള്ള തർക്കവും ഇവിടെയാണ്. എന്താണ്? ദൈവം ഉള്ളിലാണെങ്കിൽ പിന്നെ എന്തിനാ ക്ഷേത്രങ്ങൾ? അപ്പോ യഥാർത്ഥ വേദാന്ത സംസ്കാരത്തിൽ എന്തിൻ്റെ ആവശ്യമില്ല എന്ന്, ക്ഷേത്രത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് പലരും പറയുന്നത്. പക്ഷെ ഞാൻ പറയില്ല. കാരണം എനിക്ക് ദേവാലയത്തിൽ പോകുമ്പോഴാണ് ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. വിശുദ്ധ കുർബാന കാണുമ്പോഴാണ് ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ബൈബിളിലുള്ള ഓരോ വാചകം പറയുമ്പോഴും ഞാൻ ആരാണെന്നാണ് എനിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരർത്ഥത്തിലേക്ക് ചിന്തിക്കണമെങ്കിൽ ഗ്രീക്ക് തത്വചിന്തയിലൂടെ അന്വേഷിച്ച് വന്നാൽ മാത്രമേ അറിയൂ. അങ്ങനെ ഒരു അന്വേഷണം കത്തോലിക്ക സഭ ഒരു കാലഘട്ടത്തിൽ നിഷേധിച്ചു. അതിൻ്റെ അനന്തരഫലമായിട്ട് റെനൈസാൻസ് എന്ന് പറയുന്ന ആശയത്രേ ഉള്ളൂ. ക്രിസ്തു മതത്തിൻ്റെ അടിത്തറയിൽ ഗ്രീക്കോ റോമൻ മനുഷ്യചിന്തയുടെ അംശങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് പ്രയോഗിച്ചതാണ് യൂറോപ്യൻ നവോത്ഥാനം. അത് ഫ്രാൻസിസ്കോ പെട്രാർക്ക് തൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അദ്ദേഹം സങ്കടം വരുമ്പോൾ വിശുദ്ധ അഗസ്റ്റിൻ്റെ കൺഫെഷൻസ് വായിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഒരു ദിവസം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു വാചകം, സിസറോയെ വായിച്ചപ്പോഴാണ് ഞാൻ ദൈവത്തിലും യേശുക്രിസ്തുവിലും വിശ്വസിക്കാൻ ആരംഭിച്ചത് എന്ന വിശുദ്ധ അഗസ്റ്റിൻ്റെ ഒരു വാചകമാണ് ഇദ്ദേഹത്തെ പ്രചോദിപ്പിച്ചത്. കാരണം സിസറോ യേശുവിന് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ്. അങ്ങനെ അദ്ദേഹം സിസറോനെ പഠിക്കുകയാണ്. അപ്പോൾ മനസ്സിലായി, നിയമങ്ങളൊക്കെ മനുഷ്യൻ്റെ ഉള്ളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉള്ളിൽ രേഖപ്പെടുത്തിയ നിയമങ്ങൾ മനുഷ്യന് സ്വയം മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് പുറത്ത് പുസ്തകത്തിലും ഭരണഘടനയിലൊക്കെ എഴുതി വയ്ക്കുന്നത് എന്ന് മനസ്സിലായപ്പോഴാണ് ക്രിസ്തു ആരാണെന്ന് അഗസ്തീനോസിന് പോലും മനസ്സിലായത്. അപ്പൊ ലാറ്റിൻ ചർച്ചിന്റെ ഗുണം എന്താണ്?
സിറിയൻ ചർച്ചുകളുടെ ദോഷം എന്താണ്? വളരും തോറും നമ്മൾ പിളരുന്നത് എന്താണ്? കൃത്യമായിട്ട് വിശ്വാസത്തിൻ്റെ യുക്തിപരമായി വ്യാഖ്യാനിക്കാൻ ഉള്ള പരിശ്രമങ്ങൾ ഓറിയൻ്റൽ ഈസ്റ്റേൺ സഭകളിൽ ഒന്നുമില്ല. അവർ പഴയ നിയമത്തിലെ കുറേ വാചകങ്ങളെടുത്ത് പുതിയ നിയമമായിട്ട് കൂട്ടിക്കെട്ടി പഴയ നിയമത്തിലെ കുറേ ആചാരങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അല്പകാലത്തിനുള്ളിൽ ഇത് അസ്തമിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. എന്നാൽ വീണ്ടും യേശുക്രിസ്തുവിൻ്റെ പഴയ നിയമ പുതിയ നിയമത്തിൻ്റെയും ലോകം മുഴുവനുള്ള ചിന്തകളുടെയും അടിത്തറയിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതം പുനരാഖ്യാനിക്കപ്പെടുമ്പോൾ ക്രിസ്തുമതത്തിന് ഇനിയും പ്രതീക്ഷകളുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.